10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല, കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് യുഡിഎഫിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അയ്യപ്പൻ സിപിഎമ്മിനെ വിടാതെ പിന്തുടരുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യുഡിഎഫിന്റെ പുതുയുഗയാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. നിശ്ചയിച്ച സമയത്തിൽ നിന്നും 2.5 മണിക്കൂർ വൈകിയാണ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പട്ടാമ്പിയിലെത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ യാത്രയെ സ്വീകരിച്ചു. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു വി.ഡി. സതീശൻ സ്വീകരണ വേദിയിലേക്ക് തിരിച്ചത്. കൽപ്പകയിൽ ഒരുക്കിയ സ്വീകരണ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ തോളിലേറ്റിയായിരുന്നു എത്തിച്ചത്. മഹായുദ്ധത്തിനുള്ള പുറപ്പാടാണിതെന്നും 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല, കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് യുഡിഎഫിന്റെ ലക്ഷ്യമെന്നും സ്വീകരണ യോഗത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞു. വലിയ കടബാധ്യതയാണ് സർക്കാർ വരുത്തിവച്ചിരിക്കുന്നത്. ഖജനാവിൽ നയാ പൈസയില്ല. സർക്കാർ തകർത്ത മേഖലകളിൽ നിന്നുള്ള പുനർജീവനമാണ് യുഡിഎഫ് നടത്തുക. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. 10 വർഷക്കാലത്തെ ഈ ദുർഭരണം അവസാനിക്കും, ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് കേവലം ഭരണമാറ്റം മാത്രമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്, കേരളത്തിന്റെ മാറ്റം കൂടിയാണ് ഈ ഇതിലൂടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ നാട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ്. അതായത് കേരളം മുഴുവൻ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ബോർഡ് വെച്ചിരിക്കുകയാണ്, പിണറായി വിജയൻ എല്ലാം ശരിയാക്കി. അത് ശരിയാണ്, എല്ലാം ശരിയാക്കി. ഒരു നാടിന്റെ നട്ടൽ എന്താണ്? സമ്പദ് വ്യവസ്ഥ. ആ നട്ടലിന് തകർന്ന് കിടക്കുകയാണ് കേരളം. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷേ സലാം പറയുമ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ച് നമ്മളെ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. അയ്യപ്പൻ സിപിഎമ്മിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ മറുപടി പോലും പറയാൻ സിപിഎമ്മിനാവുന്നില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അയ്യപ്പൻ വിടാതെ പിന്തുടരുന്നുണ്ട്, സിപിഎമ്മില് വിടാതെ പിന്തുടരുക, വിടാതെ ഇല്ലേ? അത് കഴിഞ്ഞപ്പില്ലേ ഇപ്പൊ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കണം. നേരത്തെ അഫിഡവിറ്റ് കൊടുത്തേക്കുന്നത് എന്താ? സ്ത്രീ പ്രവേശനം വേണം. അന്ന് അതിന്റെ അനുഭവിച്ചാണ്. എന്നിട്ട് എല്ലാ വീട്ടിലും കയറി മാപ്പ് പറഞ്ഞാണ് അത് അബദ്ധമായി പോയെന്ന്. ഇപ്പൊ അത് തിരുത്തി കൊടുക്കണ്ടേ കോടതിയിൽ സത്യവാങ്മൂലം. അപ്പോ എം.വി. ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ പറഞ്ഞ് ആകാശത്തിലൂടെ പോകുന്ന മറ്റേ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്തുത്തരം പറയും? മാറ്റത്തിന്റെ കാരണം ആർക്കെങ്കിലും മനസ്സിലായ? ആർക്കെങ്കിലും മനസ്സിലായ? അതാണ് ആർക്കും മനസ്സിലായി. എന്തൊക്കെ പറയും. സ്വീകരണ പൊതുയോഗം N.K. പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. K.P. ബാപ്പുട്ടി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ M.M. ഹസൻ, അനൂപ് ജേക്കബ്, V.K. ശ്രീകണ്ഠൻ, മരക്കാർ മാരായമംഗലം, C.P. മുഹമ്മദ്, C.M.A. കരീം, ഷാനിമോൾ ഉസ്മാൻ, A. തങ്കപ്പൻ, ബാലഗോപാൽ, ജിതേഷ് മോളിക്കുന്നം, T.P. ഷാജി, റിയാസ് മുക്കോളി, കമ്മുകുട്ടി എടത്തോൾ, C. സംഗീത, P.K. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.